കോൺഗ്രസിൽ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നതാണ് മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഫിറോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അവരെ അംഗീകരിക്കാത്ത ആരെയും അവരംഗീകരിക്കില്ല, നേതാവായി വരാൻ സമ്മതിക്കില്ല. പണം ഉപയോഗിച്ചുകൊണ്ട്, വലിയ ധനാഢ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാം തമർത്തുക എന്നുള്ളതാണ്, തകർക്കുക എന്നുള്ളതാണ് ലീഗിൽ ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ റീലന്മാർ എന്നുള്ള ഗണത്തിൽ 3 പേരെയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഷാഫി പറമ്പിൽ, രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടം, മൂന്നാമത്തേത് ഫിറോസ്, PK ഫിറോസ്. പൊളിറ്റിക്കൽ റീലേഴ്സിനൊക്കെ കുറച്ച് കാലമേ പിടിച്ചു നിൽക്കാൻ കഴിയും. സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം, ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, ഇതൊക്കെയാണ് ജനങ്ങൾ അംഗീകരിക്കുക. ലോങ് റണ്ണിൽ അതേ നിലനിൽക്കൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം. അടുത്തതായിട്ട് നിബദിക്കാൻ പോകുന്നത് PK ഫിറോസാണ്, സംശയം വേണ്ട നിങ്ങൾക്ക്. അത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷം മുമ്പാണല്ലോ അദ്ദേഹം ഞാൻ 25 ലക്ഷം രൂപയുടെ കടക്കാരനാണ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് എത്ര കാലമേ ആയിട്ടുള്ളൂ? അപ്പോഴേക്ക് ഇത്രയും അധികം പണം, മാസശമ്പളം പറ്റാൻ മാത്രം എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം തൻ്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ ജോലി എന്നുള്ളിടത്ത്, പ്രൊഫഷൻ എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ലോയർ എന്നാണ്. നിലവിലുള്ള നമ്മളുടെ നിയമമനുസരിച്ച്, ലോയേഴ്സ് നിയമമനുസരിച്ച്, ബാർ കൗൺസിൽ നിയമമനുസരിച്ച് ലോയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വേറെ ഒരു കമ്പനിയുടെ ശമ്പളം പറ്റുന്ന ശമ്പളക്കാരനാകാൻ സാധിക്കുമോ? അതും ചർച്ച ചെയ്യേണ്ടതാണ്. കള്ളപ്പണം, അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തീർച്ചയായിട്ടും ഇക്കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.